കാർഷിക വാർത്തകളിലേക്ക്. റബ്ബർ വില 201 ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷ. വെളിച്ചെണ്ണ വിപണി സജീവം. ഏലം വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് റബ്ബർ വില 201 രൂപയായി ഉയർന്ന് ഇടപാടുകൾ നടന്നു. പ്രമുഖ വിപണികളിൽ 203 രൂപയ്ക്കും ഷീറ്റിന് ആവശ്യക്കാരുള്ളതായി വിപണി വൃത്തങ്ങൾ. എന്നാൽ ഇടപാടുകൾ ഉറപ്പിച്ചാൽ യഥാസമയം ചരക്ക് കൈമാറാനാകുമോ എന്ന ആശങ്കയിലാണ് മധ്യവർത്തികൾ. നിലവിലെ ചരക്ക് ക്ഷാമം കണക്കിലെടുത്താൽ 2005 രൂപയ്ക്കും വിൽപ്പനക്കാരില്ലെന്നാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. കാർഷിക മേഖലയിൽ റബ്ബർ നീക്കിയിരിപ്പ് ചുരുങ്ങിയതിനാൽ വൻ കുതിപ്പ് പ്രതീക്ഷിച്ച് ചരക്ക് പിടിക്കുന്നവരുണ്ട്. വരണ്ട കാലാവസ്ഥ തന്നെയാണ് അവരെ വിൽപ്പനയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന മുഖ്യ ഘടകം. പല ഭാഗങ്ങളിലും പതിവിലും നേരത്തെ ടാപ്പിംഗ് നിർത്തിവെക്കാൻ ഉൽപാദകർ നിർബന്ധിതരായിരുന്നു. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 201 രൂപയിലേക്ക് ഉയർന്നു. വെളിച്ചെണ്ണ വിപണി ചൂടുപിടിച്ചത് കണ്ട് ഈസ്റ്റർ വരെ കാത്തു നിൽക്കാതെ നാളികേര വിളവെടുപ്പിന് ചെറുകിട കർഷകർ രംഗത്തിറങ്ങി. മലബാർ മേഖലയിൽ പച്ചതേങ്ങ കിലോ 60 രൂപയ്ക്ക് മുകളിലാണ് വില. നാളികേരം മൂത്ത് വീഴുന്നതിനെ കാത്തു നിൽക്കാതെ ചരക്ക് വിൽപ്പനയ്ക്ക് സജ്ജമാക്കാനുള്ള നീക്കത്തിലാണ് പലരും. ചുരുങ്ങിയ ദിവസങ്ങളിൽ വെളിച്ചെണ്ണ വില 1000 രൂപ വർദ്ധിച്ചു. മില്ലുകാർ കൊപ്ര സംഭരിക്കാൻ കാർഷിക മേഖലകളിലും നീക്കം നടത്തിയത് വിലക്കയറ്റത്തിന് വേഗം പകർന്നു. റെക്കോർഡ് വിലയായ 16,250 രൂപയിലാണ് കൊപ്ര. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലുണ്ടായ ഇടിവ് മൂലം കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും വിളവ് ചുരുങ്ങിയത് പച്ചതേങ്ങ ലഭ്യത കുറയാൻ ഇടയാക്കി. ഉത്തരേന്ത്യൻ വ്യാപാരികളും കയറ്റുമതിക്കാരും ഏലക്കയിൽ താൽപര്യം നിലനിർത്തി. മഴമേഘങ്ങളുടെ അഭാവവും വരണ്ട കാലാവസ്ഥയും കണക്കിലെടുത്താൽ കർഷകരും മധ്യവർത്തികളും ലേലത്തിനുള്ള ഏലക്ക നീക്കം നിയന്ത്രിച്ചെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് വില ഉയർന്നില്ല. കാലാവസ്ഥ ഈ വിധം തുടർന്നാൽ വിഷു, ഈസ്റ്റർ വേളകളിൽ ആകർഷകമായ നിരക്കിൽ സ്റ്റോക്കുള്ള ഏലക്ക വിറ്റുമാറാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 2858 രൂപയിലും ശരാശരി ഇനങ്ങൾ കിലോ 2558 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് 54 ലക്ഷം ടൺ പഞ്ചസാര നടപ്പ് സീസണിൽ മിച്ചം വരുമെന്ന റിപ്പോർട്ട്. അനുകൂലമായ കാലാവസ്ഥയും മെച്ചപ്പെട്ട ഉൽപാദനവുമാണ് ആഭ്യന്തര ആവശ്യത്തിന് ശേഷവും പഞ്ചസാര മിച്ചം വരാൻ കാരണമാവുക. പഞ്ചസാര ഉൽപാദനം മുന്നേറ്റത്തിന്റെ വഴിയിലാണ്. കയറ്റുമതി, എത്തനോൾ, ആഭ്യന്തര ആവശ്യം എന്നിവയ്ക്കെല്ലാം ശേഷം ഈ സീസണിന്റെ അവസാനത്തിൽ പഞ്ചസാരയുടെ മിച്ചം 54 ലക്ഷം ടൺ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും ഉൽപാദന മുന്നേറ്റത്തിന് കാരണമാകുമെന്ന പ്രതീക്ഷയും ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൃഷിഭൂമിയുടെ വിസ്തൃതിയും കൂടിയതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കർഷകരെ പിന്തുണയ്ക്കുന്നതിനും പഞ്ചസാര വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും സർക്കാരിന്റെ കയറ്റുമതി നയം തുടരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഘടനകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പരിഷ്കരിച്ച ദേശീയ ക്ഷീരവികസന പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം. പദ്ധതിക്ക് 1000 കോടി രൂപ കൂടി വകയിരുത്തി. ക്ഷീരമേഖലയുടെ സുസ്ഥിര വികസനവും ഉൽപാദനക്ഷമതയും ലക്ഷ്യമിട്ടാണ് ദേശീയ ക്ഷീരവികസന പദ്ധതി പരിഷ്കരിച്ചത്. മൊത്തം ബജറ്റ് 2790 കോടി രൂപയായാണ് ഉയർത്തിയിരിക്കുന്നത്. പാൽ സംഭരണം, സംസ്കരണശേഷി, മികച്ച ഗുണനിലവാരം എന്നിവയ്ക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. പാൽ പ്ലാന്റുകൾ, പാൽ പരിശോധനയ്ക്കുള്ള നൂതന ലാബറട്ടറികൾ, സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ളത്. 10,000 പുതിയ ക്ഷീര സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനും സംസ്കരണം നടത്താനും ഗ്രാന്റിന്റെ പിന്തുണയോടെ 2 പാൽ ഉൽപാദക കമ്പനികൾ തുടങ്ങാനും പുതിയ നയം ലക്ഷ്യമിടുന്നു. ഇത് ക്ഷീരമേഖലയിലെ 70% വരുന്ന സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും. ഇതിലൂടെ 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കർഷകർക്ക് വിപണികളിലേക്ക് കടന്നു ചെല്ലാനും മൂല്യവർദ്ധനവിലൂടെ മികച്ച വില ഉറപ്പാക്കാനും പദ്ധതി വഴി സാധിക്കും. വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നിരാശ നൽകി ആഗോള പരുത്തി വിപണി. ഉപഭോഗത്തിൽ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പരുത്തി കൃഷിയിൽ മുൻനിരയിലുള്ള പ്രധാന രാജ്യങ്ങളിലെല്ലാം ഇത്തവണ ഉൽപാദനം കനത്ത തോതിലായിരിക്കുമെന്നാണ് പ്രവചനം. കുറഞ്ഞ ഉപഭോഗത്തിലേക്കാണിത് വഴിവെക്കുന്നത്. ആഗോള വിപണിയിൽ പരുത്തിയുടെ വിഹിതം 25% താഴെയായി എന്നാണ് അന്താരാഷ്ട്ര പരുത്തി ഉപദേശക സമിതി റിപ്പോർട്ട് പറയുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത് എന്നിവിടങ്ങളിൽ ഉയർന്ന ഉപയോഗത്തിലൂടെ ആഗോള ഉപഭോഗം ഏകദേശം 6 ലക്ഷം ബെയിലുകൾ വർദ്ധിച്ച് 11.65 കോടി ബെയിലായിട്ടുണ്ട്. ഉപദേശക സമിതിയുടെ പ്രവചനങ്ങളനുസരിച്ച് 2024-25 വിളവ് വർഷം തോറും 5.4% വർദ്ധിക്കും. ഉൽപാദനത്തിൽ മുന്നിലായ ചൈനീസ് പരുത്തിക്ക് ഏർപ്പെടുത്തിയ US തീരുവ വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇടണയിലയും വിപണിയിൽ താരമാകുന്നു. കൂത്താട്ടുകുളത്തെ കാർഷിക ലേല വിപണിയിലാണ് ഇടണയില ആദ്യമായി ലേലത്തിലെത്തിയത്. നാടൻ പലഹാരമായ കുമ്പിളപ്പത്തിന് ഉപയോഗിക്കുന്ന ഇടണയിലയാണ്
ഇപ്പോൾ വിപണിയിൽ ചർച്ചയാകുന്നത്. കൂത്താട്ടുകുളത്തെ കാർഷിക ലേല വിപണിയിൽ ആദ്യമായി വിൽപ്പനയ്ക്കെത്തിച്ച ഇടനയില ഒരു കെട്ടിന് 57 രൂപയ്ക്കാണ് വിറ്റഴിച്ചത്. മാറികയിലെ കർഷകനായ ബാലനാണ് കൂത്താട്ടുകുളം വിപണിയിൽ ആദ്യമായി ഇടനയില എത്തിച്ചത്. ഇടനയില ലേലത്തിനെത്തിയത് കർഷകർക്കും വ്യാപാരികൾക്കും കൗതുകമായി. നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഇടനയില ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ലേലവിപണിയിൽ പ്രാധാന്യം നൽകണമെന്ന നിലപാടിലാണ് വ്യാപാരികളും. മലയോര മേഖലകളിൽ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ സുലഭമായ പലഹാരമാണ് കുമ്പിളപ്പം എന്ന ചക്കയട. പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കടലയ്ക്ക് ശേഷം ഭാരത് ദാൽ ശ്രേണിയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂടി. ഇവ ഉപഭോക്താക്കൾക്കായി ഇനി മുതൽ സബ്സിഡി നിരക്കിൽ ലഭ്യമാകും. വിലസ്ഥിരതാ ഫണ്ടിന് കീഴിൽ സംഭരിക്കുന്ന ചെറുപയർ, മസൂർ പരിപ്പ് എന്നിവയാണ് ഇനി മുതൽ ഭാരത് ദാൽ ബ്രാൻഡിന് കീഴിൽ ലഭ്യമാവുക. ഇവ സബ്സിഡി വിലയിൽ ഉപഭോക്താക്കൾക്ക് ചില്ലറ വിൽപ്പനയിലൂടെ ലഭിക്കും. ആദ്യഘട്ടത്തിൽ കടലയാണ് ഈ വിഭാഗത്തിൽ ലഭ്യമാക്കിയിരുന്നത്. ഏകദേശം 12,32,000 ടൺ ഭാരത് കടല ചില്ലറ ഉപഭോക്താക്കൾക്ക് വിറ്റിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഏകദേശം 1,18,000 ടൺ കടലയും 13,495 ടൺ കടലയും 8,939 മൊബൈൽ, 3,051 സ്റ്റേഷനറി ഔട്ട്ലെറ്റുകൾ, 9 പ്രധാന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ വിറ്റഴിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിലെ ഭാരത് ബ്രാൻഡ് പരിപ്പുകൾ നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ 3 കേന്ദ്ര സഹകരണ സംഘടനകൾ, സ്വന്തം ഔട്ട്ലെറ്റുകൾ, മൊബൈൽ വാനുകൾ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, വൻകിട റീറ്റെയിലർമാർ എന്നിവയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. കമ്പോള നിലവാരം RSS 4 200, RSS 5 196, ലാറ്റക്സ് 136, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 200, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 70,900, കുരുമുളക് അൺഗാർബിൾ 68,900, ഏലക്ക 2,500 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 24,500, കൊപ്ര 17,300, ചുക്ക് 22,500.